ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ ഓർ യു എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഹില്ലാണെങ്കിൽ ടേറിനെയും കൊണ്ടിട്ട് അവന് ഡെസേർട്ട്സൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കഫേയിലേക്ക് വന്നേക്കുന്നതാണ്. അങ്ങനെ അവന് ഇഷ്ടമുള്ള ഡെസേർട്ട് കഴിക്കുന്ന ടൈമിന് ഹില്ലിനോട് ഇവിടെ ഇനിമേ വന്നിട്ടുണ്ടോ, ഇവിടുത്തെ ഡെസേർട്ടൊക്കെ അടിപൊളിയാണല്ലോ എന്ന് പറയാണ്. ആ സമയം ഹില്ല് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ആരുടെ കൂടെ വന്നതെന്ന് വെച്ചപ്പോൾ ഹില്ല് ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് നിനക്ക് ഡെസേർട്ടൊന്നും ഇഷ്ടമല്ലല്ലോ, അപ്പോൾ പിന്നെ നീ ഒറ്റയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഹില്ലാണെങ്കിൽ അത് പിന്നെ നമ്മളുടെ ഒരു ഇടയ്ക്ക് പിരിഞ്ഞ ടൈമിന് ഞാനാണെങ്കിൽ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അപ്പോൾ ഞാൻ നിന്നെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ കഫേയിലും പോയിട്ട് ഡെസേർട്ട്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നിന്നെ കൊണ്ടുവരാനായിട്ട് കുറേ സ്ഥലങ്ങളും നോക്കി വെച്ചു. പക്ഷേ നിന്നെ മീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നിന്നെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ഞാൻ തന്നെ സ്വയം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരുന്നത്. പക്ഷേ അവസാനം നിന്നെ മീറ്റ് ചെയ്തു ഞാനിപ്പോൾ. എനിക്കതിൽ ഒരുപാട് സന്തോഷമെന്ന് പറയാണ്. ആ സമയം ഞാനിപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ ഡെസേർട്ട് ഹില്ലിനും കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ നിൻ്റെ കയ്യിൽ വല്ല ഓഫറും വല്ലതും ഉണ്ടോ, ഓഫറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കൂടെ നിർത്തിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഹില്ല് ഡെസേർട്ടൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്നാലും നടക്കത്തില്ല എന്ന് തന്നെ പറയാണ്. അതിനുശേഷം നൈറ്റ് ഹില്ല് തിരിച്ച് കൊണ്ടുവിടുന്നുണ്ട് ടേറിനെ. ആ ടൈമിൽ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് ഹില്ലിന് പെട്ടെന്നൊരു സഡനായിട്ടൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. അങ്ങനെ റൂമിൽ ചെല്ലുന്ന ടൈമിന് നോർത്താണെങ്കിൽ അവിടെ ഗെയിം കളിച്ച് ഭയങ്കര ഇതിലിരിക്കുകയായിരുന്നു. ആ ടൈമിന് ചെന്നിട്ട് നോർത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നോർത്തിൻ്റെ കൊടുക്കുകയാണ്. ആ സമയം നോർത്ത് നീ എൻ്റെ മനസ്സ് വായിച്ചല്ലോ, ഞാൻ വിശന്നിരിക്കുമായിരുന്നു. അല്ല ഞാൻ നിനക്ക് എത്ര രൂപ അപ്പോൾ ഇതിന് തരേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൈസ തരണ്ട, ഹില്ലാണ് പൈസ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നോർത്ത് അതെന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടേറിനോട് നീയാണെങ്കിൽ ഇനിയും പാർട്ട് ടൈം ജോബിന് നിൽക്കാൻ താല്പര്യമുണ്ടോ, എനിക്കാണെങ്കിൽ ഒരു ജോബ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം എനിക്കും പാർട്ട് ടൈം ജോബ് വേണമെന്ന് പറഞ്ഞപ്പോൾ നോർത്താണെങ്കിൽ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്, നൈറ്റ് 6 to 10 വരെ വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ എനിക്ക് ഓക്കെ എന്ന് പറയാണ്. നോർത്തപ്പോൾ എങ്കിൽ ഓക്കെ ഞാൻ അവരോട് അറിയിച്ചേക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ടും പിന്നെ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ടേറാണെങ്കിൽ എന്തോ ആലോചിച്ചിട്ട് നിനക്ക് ജോഹാൻ അറിയാമോ ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് ജോഹാനോ, ഏത് ജോഹാൻ, അത് പിന്നെ നമ്മുടെ കോളേജിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അപ്പോൾ നിനക്ക് അവൻ അറിയത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല, ഹില്ലിൻ്റെ ഫ്രണ്ടാണെന്ന് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ അപ്പോൾ നിനക്കറിയാമല്ലേ, നിനക്ക് ജോഹാനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. ആ സമയം നോർത്താനും കുറേ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കറിയാൻ പാടില്ല, എനിക്ക് അവനെക്കുറിച്ച് ഒന്നും അറിയൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ ജോഹാനെക്കുറിച്ച് പിന്നെയും കുറേ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ഗെയിമിൽ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് ഇവൻ പറയുന്നതൊന്നും തന്നെ നോർത്ത് ഒട്ടും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നീ ഇരുന്ന് കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ടൊരു അടിയും കൊടുത്തിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡ്രോയിങ് ക്ലബ്ബിൽ അടുത്ത ദിവസം നോർത്തും ടൈഫൂണും ദാവോയും ഒക്കെ എല്ലാവരും ഒക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെ അവരിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ശേഷം ഇവരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്തും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് പാർട്ട് ടൈം ജോബുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്, ആ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്ക്. ആ സമയം എല്ലാവരും ഒരുമിച്ചുണ്ടാകത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം എനിക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളും കൂടെ ആയിട്ട് നിങ്ങളുടെ ആ റെസ്റ്റോറൻറ്റിലേക്ക് വരാം, അപ്പോൾ അവിടെ പോയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം നല്ല ഐഡിയ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഇത്രയും കാലം ജോയിൻ ചെയ്യാതിരുന്ന ദാവോയും ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മാനേജറായിട്ടുള്ള ലേഡി നിങ്ങൾ നേരത്തെ എത്തിയല്ലോ എന്ന് പറയാണ്. ആ സമയം ടേറിനോർത്ത് ഞങ്ങൾ ഫ്രണ്ട്സിനെയും കൂടെ ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്നു അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്ന ടൈമിന് ഇവരവിടെ വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമ്മുടെ ടേറൊക്കെ തന്നെ എന്ത് ഫുഡാണ് വേണ്ട ഓർഡർ ചെയ്തോളാന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹില്ലിനെയാണ്. ടേറിൻ്റെ ആ റെസ്റ്റോറൻറ്റിലെ വർക്ക് കഴിയാറായപ്പോഴത്തേക്കും ഹില്ല് അതേ റെസ്റ്റോറൻറ്റിൽ അവനെ പിക്ക് ചെയ്യാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേ ടൈമിന് അതിൻ്റെ ഓണർ ലേഡി നമ്മുടെ ഹില്ലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ടേർ അങ്ങോട്ടേക്കാണ്. അങ്ങനെ അവനെ കണ്ടിട്ട് ആ ലേഡി ആണെങ്കിൽ സത്യം പറയാം നിങ്ങൾ കപ്പിൾസ് അല്ലേ, ഇല്ലെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ലല്ലോ, സത്യം പറ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടേർ അങ്ങനെയൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആണ്. അവൻ്റെ ഫ്രണ്ട്സും അപ്പോഴും അവിടെ അവനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അങ്ങനെ നോർത്തും ടേറും ഫ്രണ്ട്സും എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വേറെയാണ് പോകുന്നത്. അവരങ്ങനെ ഹില്ലിനടുത്തൊക്കെ ബൈ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ നോർത്താണെങ്കിൽ അവൻ്റെ വണ്ടിയിലാണ് വന്നത്. ആ സമയം ഹില്ലാണെങ്കിൽ നൈറ്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും, ഡേഞ്ചറസ് ആയിരിക്കും, നീ ഞങ്ങളോട് കാറി വരാൻ പറയുന്നുണ്ട്. നോർത്ത് ആ സ്പോട്ടിൽ തന്നെ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നോർത്തും ടേറും ഹില്ലും കൂടി കാറിൽ പോവാണ്. അങ്ങനെ ഹില്ലാണെങ്കിൽ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിന് ടേറാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇവർ രണ്ടും തമ്മിൽ നടക്കുന്ന കെമിസ്ട്രി അല്ല നമ്മുടെ നോർത്ത് ഒരു സെക്കൻഡ് പോലും വിടാതിരുന്ന് കാണുന്നുണ്ട് മൊത്തത്തിൽ. അതിനുശേഷം തിരിച്ച് റൂമിൽ കയറുമ്പോഴത്തേക്കും നോർത്ത് അല്ല അവൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഫീഷ്യലായിക്കൂടെയും ചോദിക്കുകയാണ്. ആ സമയം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നോർത്ത് എന്താ പറ്റാത്തതെന്ന് ചോദിക്കുന്നുണ്ട്.
ആ സമയം ടേറ് അത് പിന്നെ ഹില്ലെതിരായിട്ട് ബോയ് ഫ്രണ്ട് ആകാവോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. പിന്നെ അവനെ എനിക്ക് തിരിച്ച് ഇഷ്ടമാണെന്ന് ഞാനും മൊത്തത്തിൽ കറക്റ്റായിട്ട് അവനോട് പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ എങ്കിൽ പിന്നെ നീ അത് പറയ്, മിക്കവാറും അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നിനക്കിപ്പോൾ പേടിയുണ്ടെന്ന് തോന്നുന്നു, നീ പിന്നെ ഹേർട്ടാവോ ലവിൻ്റെ കാര്യത്തിലെന്ന്. എന്നാൽ നീയാണെങ്കിൽ ആലോചനയ്ക്ക് ശേഷം നിൻ്റെ ഉള്ളിലുള്ള തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓഫ്കോഴ്സ് ചോദിക്കും. അവൻ നീ ഇത് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ടേറും ഓക്കെ എന്നുള്ള രീതിയിൽ തലയാട്ടിയിട്ട് കുറച്ച് ടൈം വേണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോർത്ത് എങ്കിൽ ഓക്കെ, നീ ടൈം എടുത്ത് ആലോചിക്ക്, ഞാൻ എന്തായാലും ഗെയിം കളിക്കാൻ പോകാൻ തുടങ്ങിയിട്ട് അവൻ ഗെയിം കളിക്കാൻ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഇറങ്ങി കുളിക്കുന്നില്ലെന്ന് വെച്ചപ്പോൾ നോർത്താണെങ്കിൽ ഇല്ല എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൻ ഗെയിം കളിക്കാൻ തുടങ്ങുവാണ്. അതിനുശേഷം കളിയുന്ന അടുത്ത ദിവസം എന്തോ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഷൂട്ടിങ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കോളേജിൽ നടക്കുവാണ്. യൂണിയൻ്റെ പ്രസിഡൻ്റ് ഹില്ലായതുകൊണ്ട് തന്നെ ഹില്ലും അവിടെയുണ്ട്, നമ്മുടെ ടേറും അവിടെയുണ്ട്. ടേർ അങ്ങനെ കുറച്ച് വർക്കിനായിട്ടുള്ള പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്ന ടൈമിന് ഹില്ല് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ടേർ അവൻ്റെ മനസ്സിൽ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ എന്തിനാ അന്ന് എന്നെ ഇട്ടിട്ട് പോയതെന്ന് നീ എന്നോട് പറയണം, അതുപോലെ തന്നെ എന്നെ ഇഷ്ടമാണെന്ന് ഒരിക്കൽ കൂടെ പറയണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ടേറാണെങ്കിൽ ഹില്ലിനെ തന്നെ നോക്കിക്കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് ഹില്ല് ടേറിനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹില്ല് ടേറിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരിങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിനാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജോഹാനും ആർത്തിഡും തോൻഫായും വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് നിൻ്റെ ക്രഷ് ഇവിടെ ഉണ്ടെന്ന് കേട്ടല്ലോ, അവനെയും കൂടെ കാണാൻ ഞങ്ങൾ വന്നേന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് ഹില്ലാണെങ്കിൽ നമ്മുടെ ടേറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ നോക്കുന്ന ഡയറക്ഷനിൽ നോക്കിയപ്പോൾ ഇവരും ടേറിനെ കാണുവാണ്. ആ ടൈമിൽ ആർത്തിഡാണെങ്കിൽ അല്ല കഴിഞ്ഞ ആഴ്ച ഹില്ലിൻ്റെ ക്രഷ് എന്നും പറഞ്ഞ് കണ്ട ചെക്കനും ഇതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം തോൻഫാണെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല, ജോഹാനെ പോലെ ദിവസവും ഓരോ ചെക്കന്മാരായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയൊന്നുമല്ല നമ്മുടെ ഹില്ലിൻ്റെ പണി. അതുകൊണ്ട് അവൻ ഒരേ ക്രഷ് തന്നെ, അത് നമ്മുടെ ഈ ടേറാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ എന്തുവാട് നീയൊക്കെ എനിക്കിട്ട് താങ്ങുവാണെന്നുള്ള രീതിയിൽ നോക്കുന്നുമുണ്ട്. പക്ഷേ പറയാൻ കറക്റ്റാണ്, ആളൊരു പ്ലേ ബോയ് ആണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ടേറിനെ കണ്ടതുകൊണ്ട് തന്നെ ആർത്തിട്ട് പിന്നെയും വിടുന്നില്ല, ഞാൻ പോയി ടേറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഹില്ല് തടയാൻ ശ്രമിക്കുന്ന നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേ ചെല്ലുകയാണ്. അങ്ങനെ ഇവരെല്ലാം നിരന്നിരുന്ന് നമ്മുടെ ടേറിനോട് സംസാരിക്കുന്ന ടൈമിൽ ഹില്ലിനാണെങ്കിൽ പേടിയാവോ, ഇവന്മാർ വല്ലതും ചെയ്യും, ഇവന്മാർ വല്ലതും പറയാം, അതുകൊണ്ട് ഇങ്ങനെ കൂടെ നിൽപ്പുണ്ട്. അതേ ടൈമിന് ഹില്ലിനെ ആണെങ്കിൽ ഒന്ന് വരാവോ, കുറച്ച് ഹെൽപ്പിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞിട്ട് ക്ലബിലെ മറ്റൊരു പെങ്കൊച്ചൊന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് തന്നെ. ഹില്ലാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോ, ഇവരോട് സംസാരിക്കുക, എന്തിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹില്ലങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയം ബാക്കി വന്നിരുന്നു നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ ടേറാണെങ്കിൽ ഈ ഒരു സംഭവം റെഡിയാക്കാനുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആർത്തിഡും പിന്നെ തോൻഫായും പിന്നെ ജോഹാനും കൂടെ ആയിട്ട് ടേറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ടേറിൻ്റെ ഫോണിലേക്ക് ടൈഫൂൺ കോൾ ചെയ്യാണ്. ഇതേ ടൈമിൽ ടേർ അവിടെ ബെഞ്ച് ഇരിപ്പില്ലായിരുന്നു, ടേറാണെങ്കിൽ എഴുന്നേറ്റ് കുറച്ച് മാറിപ്പോണ്ടായിരുന്നു. അങ്ങനെ ഈ കോൾ വന്ന് കണ്ടിട്ട് തോൻഫാണെങ്കിൽ ടേർ നിനക്കൊരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടൈഫൂൺ ആണെന്ന് പറയാണ്. അങ്ങനെ ടേറാണെങ്കിൽ അയ്യോ ഒന്ന് കൊണ്ടുവരാമോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തോൻഫ അത് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ടേറിൻ്റെ കൈ ഒഴിവില്ലാത്തതുകൊണ്ട് സ്പീക്കർ കോളിൽ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയം ടൈഫൂണാണെങ്കിൽ ടേറിനോട് ഈ ഫോമാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്നെ വേറെ ഏതോ നാട്ടിലൊക്കെ കൊണ്ടെത്തിച്ചു, ഇവനാണെങ്കിൽ വഴിയോ ഇറങ്ങി ഇവിടെ പെട്ടിരിക്കുമോ ഒന്ന് പിക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേർ നിങ്ങളതിനിപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോണിൽ കൂടെ ബഹളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പീക്കറിൽ കിടന്ന് നമ്മുടെ തോൻഫ കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് തോൻഫയാണെങ്കിൽ ഹലോ ഞാൻ തോൻഫയാണ്, നിങ്ങൾ എവിടെയുള്ളതെന്ന് പറയും, ഇപ്പോൾ ടേർ ബിസിയാണ്, ഞാൻ നിങ്ങളൊന്ന് പിക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടൈഫൂണാണെങ്കിൽ ഉള്ള അടയാളമുള്ള സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തോൻഫയ്ക്ക് സ്ഥലം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചെന്ന് ജോഹാൻ്റെ അടുത്തും പിന്നെ ആർത്തിഡിനോടും ഇങ്ങനെയാണ് സംഭവം, ഞാൻ പേർ പിക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ജോഹാനും ആർത്തിഡും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മെയ് നമ്മുടെ ടേറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതേസമയം തോൻഫ ഇവരങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ട് വിട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ടേർ തോൻഫാനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ടൈഫൂൺ തോൻഫാനെ തന്നെ നോക്കുന്നുണ്ട്, ഫുൾ ടൈം നോക്കുന്നുണ്ട്. എന്നാൽ തോൻഫ മനഃപൂർവ്വം എന്താ ഐ കോൺടാക്റ്റ് മിസ് ചെയ്തിട്ട് അവനെ നോക്കാതെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവിടെ ആർത്തിനെയും ജോഹാനെയും കാണാത്തോണ്ട് തന്നെ അവരെവിടെയും ചോദിച്ചപ്പോൾ യൂണിയനിൽ കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ പോകുമെന്ന് പറയാണ്. അങ്ങനെ തോൻഫായും ഞാനും പോകുകയെന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ടൈഫൂൺ ആണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ടൈഫൂണും ഫോമൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ടേറിനെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മെയ്യും പിന്നെ നമ്മുടെ ടൈഫൂണൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ എന്നെക്കാളും നല്ലൊരു ഫോട്ടോഗ്രാഫാണ് ടൈഫൂൺ എന്ന് പറയുന്നുണ്ട്. ആ സമയം മെയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഫോട്ടോഗ്രാഫി വർക്ക് എടുക്കാമോ ചോദിക്കാൻ വന്നതെന്ന് തോന്നുന്നു. അതിനു മുമ്പ് തന്നെ ടൈഫൂൺ ആണെങ്കിൽ പക്ഷേ ഞാനങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല, എനിക്കങ്ങനെ എല്ലാ പിക്കും എടുക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മെയ് പിന്നെ നിനക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചപ്പോൾ അതുപോലെ എനിക്ക് സ്കൈ ആകാശം പിന്നെ ബ്ലൂ കളർ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ആകാശത്തിൻ്റെ ഫോട്ടോസ് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ നമ്മുടെ ടേർ നമ്മുടെ ടൈഫൂണിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊള്ള ദ്രാവ എടുത്ത ആ ഒരു ആകാശത്തിൻ്റെ പിക്ചറല്ല, പിന്നെ തായിലാണെങ്കിൽ ആകാശം എന്ന് പറഞ്ഞാൽ
തോൻഫ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മറ്റൊരു ഹീറോയുടെ പേരും തോൻഫയാണ്. ആകാശം എന്ന് പറയുന്നത് തോൻഫയാണ്. പിന്നെ ടൈഫൂൺ ആണെങ്കിൽ നേരത്തെ തോൻഫാരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്തു. എവിടെയോ എന്നാൽ കണക്ഷനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എൻ്റെ തോന്നലാണെന്ന് മാത്രമേ എനിക്കറിയത്തില്ല. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിടത്ത് വന്നിരിക്കുന്നുണ്ട്. ആ ടൈമിന് നമ്മുടെ നോർത്ത് ടേറിന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് ഡ്രിങ്ക് ചെയ്യാൻ പോകണമെന്ന് പറയാണ്. ആ സമയം ടേർ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ കുറച്ച് ഹാർട്ട് ബ്രോക്കണാണ്, ഞാൻ കൂടുതൽ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിക്ക് ചെയ്യണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് മെസ്സേജ് അയക്കുന്നത് നിർത്തുന്നുണ്ട്. ടേറിന് മറുപടിയായിട്ട് നീയാണെങ്കിൽ ഒത്തിരി ഡ്രിങ്ക് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നോർത്തിനെ കാണിക്കുമ്പോൾ നോർത്ത് ഇപ്പോൾ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അവൻ്റെ എക്സ് ആണെങ്കിൽ ഇപ്പോൾ പുതിയൊരു പയ്യനോട് സെറ്റായി. അങ്ങനെ ആ ഒരു ന്യൂസ് ഇവളാണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് വിഷമിച്ചിരിക്കുകയാണ് അവനിപ്പോൾ. അതേ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ നോർത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു പെങ്കൊച്ചായിട്ട് സെറ്റായത്. എന്നാൽ ആ ടൈമിൽ തന്നെ അവൾ സ്കൂളിലുണ്ടായിരുന്ന ടൈമിൽ തന്നെ അവനോട് വന്നിട്ട് ഇനിയിപ്പോൾ കുട്ടികളി കളിക്കേണ്ട ടൈമൊന്നും അല്ലല്ലോ, ഭാവിനെക്കുറിച്ച് ആലോചിക്കേണ്ട ടൈമല്ലേ, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ കൂടുതൽ സംസാരിക്കാൻ വരുമ്പോൾ തന്നെ ഇവന് കാര്യം മനസ്സിലായിട്ട് നീയാണെങ്കിൽ ടെമ്പിനെ ചൂസ് ചെയ്തല്ലേ, നീ ഇപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആവാൻ പോവുകയാണല്ലേ എന്ന് പറയാണ്. ആ സമയം അവൾ അതെ ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞിവിടാണ്. അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രോക്കപ്പായ ഗേൾ ഫ്രണ്ട് ഇപ്പോൾ മറ്റൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്നിറങ്ങിയിട്ടാണ് ഇവ ഇപ്പം നിരാശാകാമുകനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതേ സമയം ടേറിനെ കാണിക്കുമ്പോൾ നമ്മുടെ ടേറിനെ തന്നെ ഫോം ഇങ്ങനെ തുറച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ടേർ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഫോമാണെങ്കിൽ സത്യം പറ ഇന്നലെ ഇങ്ങനെ ഡൗട്ട് അടിച്ചതാ, ഇന്നലെ നിന്നെ ഹില്ലല്ലേ പിക്ക് ചെയ്തുകൊണ്ട് പോയത്, സത്യം പറ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ്. ആ സമയം ടേറാണെങ്കിൽ കുടുങ്ങുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ നിൽക്കുകയാണ്. നമ്മുടെ മെയ്ക്ക് ഓൾറെഡി സത്യം അറിയാം, മെയ് ആണെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ടേറാണെങ്കിൽ മെയ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ മെയ് ആണെങ്കിൽ അവളുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഹില്ല് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടേയല്ലേ, അപ്പോൾ മറ്റാരും അല്ല ടേറാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഫോമും പിന്നെ ഒരു സെക്കൻഡ് ടൈഫൂണൊക്കെ ഷോക്കാവുന്നുണ്ട്. അതേ ടൈമിൽ അങ്ങോട്ട് ഹില്ല് വന്നിട്ട് നമ്മുടെ ടേറിൻ്റെ കൈ പിടിച്ചിട്ട് റെഡിയാക്കി സെറ്റെല്ലാം ഒന്ന് വന്ന് എൻ്റെ അവിടെ നിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയം മെയ് വന്നിട്ട് കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഈവനിങ് നോർത്താൻ്റെ ഫ്രണ്ട്സിനോട് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ആ സമയം ഒരു ഫ്രണ്ട് ഒത്തിരി ഡ്രിങ്ക് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റേ ഫ്രണ്ട് കുഴപ്പമില്ല ഡ്രിങ്ക് ചെയ്യട്ടെ, ആ ഹാർട്ട് ബ്രോക്കൺ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഞാൻ ഹാർട്ട് ബ്രോക്കൺ ഒന്നുമല്ല, അവളെ ഏതോ എൻ്റെ കൂടെ പോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ്റെ ഫ്രണ്ട്സ് ശരിക്കും കുഴപ്പമില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞത് കുട്ടികളെ കളിക്കാനുള്ള നേരമൊന്നുമല്ല, കറക്റ്റായിട്ടുള്ള ഡേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്ക് അതുപോലെ തന്നെ കുട്ടികളെ കളിച്ചടക്കാനുള്ള നേരമൊന്നുമില്ല, അവൾ വേറെ ആരുടെ ഡേറ്റ് ചെയ്യട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫ്രണ്ട്സ് അല്ല അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ടെമ്പ് അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നത്, അവളും ഇതേ കോളേജിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾ കോളേജിലില്ല എന്നാൽ അവനുണ്ടെന്ന് പറയാണ്. ആ സമയം ഫ്രണ്ട്സ് നീയും അവന് മീറ്റ് ചെയ്യല്ലേ, നീ ഭയങ്കര ദേഷ്യക്കാരനാണ്, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അവനെ അടിച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ഞാൻ അങ്ങനെയൊന്നല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ഡ്രിങ്ക് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫ്രണ്ട്സ് എല്ലാവരും ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് ബാക്കിയുള്ളവരെ വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് കൈ കൊടുത്തിട്ട് വേണ്ടേ ഞാൻ കുറേ ഡ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ടേറിനെ വിളിച്ച് എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോണും കൊടുത്ത് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവൻ്റെ ഒരു ഫ്രണ്ട് ടെമ്പിനെ കാണുന്നത് അതേ ബാറി വെച്ച്. എന്നിട്ടും ഇത് അതല്ലേ ടെമ്പെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് നോക്കിയപ്പോൾ ആ ടെമ്പ് തന്നെയാണ്. നോക്കിയപ്പോൾ വേറൊരു പെണ്ണുമുണ്ട്, എന്നാൽ അത് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടായിട്ടുള്ള പെങ്കൊച്ചല്ല. അപ്പം തന്നെ ടെമ്പ് അവളെ പറ്റിക്കുകയാണെന്ന് കണ്ടിട്ട് ഇവ ഒന്നും നോക്കാതെ എഴുന്നേറ്റ് ചെന്നിട്ട് ടെമ്പിനോട് സംസാരിക്കുകയാണ്. എന്നാൽ ടെമ്പാണെങ്കിൽ ഇവനെ തിരിച്ച് കളിയാക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കുന്നില്ല, നമ്മുടെ നോർത്ത് കുടിച്ചിട്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചാറ പറ നടിയാണ്. നമ്മുടെ നോർത്തിൻ്റെ ഫ്രണ്ട്സും അടി ഉണ്ടാക്കുന്നുണ്ട്, ടെമ്പിൻ്റെ ഫ്രണ്ട്സും അടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ അടി നടക്കുന്ന ടൈമിന് അങ്ങോട്ടേ കറക്റ്റ് ജോഹാൻ വരികയാണ്. ജോഹാൻ വന്നിട്ട് എല്ലാത്തിനും അടിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം നോർത്തിൻ്റെ അടുത്ത് മാറ്റി കിടത്തിയിട്ട് മറ്റേ ടീംസ് അതായത് ടെമ്പോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങൾക്കുണ്ടായ സംഭവങ്ങൾക്കെല്ലാം ക്യാഷ് അടച്ച് ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്ന് പറയാണ്. എന്നിട്ട് നേരെ നോർത്തിൻ്റെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരാണ്. നോർത്തിൻ്റെ ഫ്രണ്ട്സ് എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ നോർത്ത് ബോധം പോയിട്ട് അവിടെ സോഫയിൽ കിടക്കാണ്. അല്ല നോർത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ വീട്ടിൽ പൊക്കോളല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ പൊക്കോളാം, പക്ഷേ നോർത്തിൻ്റെ കാര്യം എങ്ങനെയെന്ന് വെച്ചപ്പോൾ ജോഹാനാണെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്തിൻ്റെ ഒരു ഫ്രണ്ട് നോർത്തിൻ്റെ ഫോണും കൊടുത്തിട്ട് ഇത് അവൻ്റെ ഫോണാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ജോഹാനാണെങ്കിൽ നമ്മുടെ നോർത്തിനെ അവൻ്റെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിന് ഹില്ല് കോൾ ചെയ്തിട്ട് എന്തായെന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ടേറിനോട് നാളെ രാവിലെ വന്നിട്ട് ഇവനെ പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ഹില്ലാണെങ്കിൽ ഓക്കെ ഞാൻ നാളെ ടേറിനെയും കൊണ്ട് നിൻ്റെ വീട്ടിലോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോർത്താണെങ്കിൽ ഡ്രിങ്ക് ചെയ്തിട്ട് വണ്ടിക്കാതിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല ഇങ്ങനെയും ചെയ്യുന്ന പറഞ്ഞിട്ട് കുറേ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ജോഹാനാണെങ്കിൽ നോർത്തിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമ്മുടെ നോർത്ത് ജോഹാൻ്റെ കോട്ടിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ജോഹാനാണെങ്കിൽ ചെക്കൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് പിന്നീട് അവനെ റൂമിൽ കൊണ്ടുവിടുകയാണ്. ആ സമയം അവിടെ സെർവൻ്റായിട്ട് വർക്കുന്ന ലേഡിയുണ്ട്. ആ ലേഡി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ജോഹാനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ആ ലേഡിയുടെ അടുത്ത്. അങ്ങനെ അതിനുശേഷം
അതിനുശേഷം കാണിക്കുന്നത് അവൻ്റെ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ നോർത്താണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. ആ സമയം നോർത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ കറക്റ്റ് ബോധമില്ല, ഇപ്പോഴും കുറച്ച് ബോധം പോയിരിക്കുകയാണ്. പിന്നെ അവൻ്റെ വീട് പോലും അല്ല. അപ്പോൾ അതൊന്നും മനസ്സിലാവാതെ ഇവനാണെങ്കിൽ എഴുന്നേറ്റ് ബാത്റൂം എവിടെയെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്നിട്ട് ഇറങ്ങി സ്റ്റെപ്പ് കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഫ്ലവർ കേസ് മൊത്തം താഴെയിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതേ ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ ജോഹാനും അവിടുത്തെ ലേഡിയൊക്കെ വരികയാണ്, സെർവൻറ്റ് ലേഡിയൊക്കെ. അപ്പോൾ ഇവ ഇങ്ങനെ കാണിച്ചിട്ട് ആ ലേഡിയൊക്കെ ഷോക്കാവുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ അവനെ പിടിച്ച് മാറ്റിയിട്ട് അവനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലേഡിയുടെ അടുത്ത് ഈ ഒരു പൊട്ടി സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മൾ നോർത്ത് ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. എണീക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെഡിൽ ഹില്ലും പിന്നെ ടേറും ഇരിപ്പുണ്ട്. അവരെ കണ്ടതും അവനാണെങ്കിൽ നിങ്ങളിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നോ, ടേർ എന്നെ തിരിച്ചു കൊണ്ടുവന്നതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ ഞാനല്ല ഹില്ലാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ നോർത്ത് ഇത് അവൻ്റെ റൂമല്ലാന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് ആരുടെ റൂമാണ്, ഹില്ലിൻ്റെ ആണെന്ന് വെച്ചപ്പോൾ അല്ലാന്ന് പറഞ്ഞിട്ട് അത് ഹില്ലിൻ്റെ ഫ്രണ്ട് ജോഹാൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ്റെയോ അവനെന്തിനാ എന്നെ ഇങ്ങോട്ട് പിക്ക് ചെയ്തുകൊണ്ടെന്ന രീതിയിൽ നമ്മുടെ നോർത്താണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അതേ ടൈമിന് നമ്മുടെ ടേറാണെങ്കിൽ നോർത്തിൻ്റെ അടുത്ത് നീ എന്തിനും അടി ഉണ്ടാക്കാൻ പോയി, സത്യം പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് കൂടെ ഒരു അടി തരാൻ തോന്നുന്നു, നിനക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണ്, എന്ത് വന്നാലും അടി ഉണ്ടാക്കാൻ കയറിക്കോളും, ഈ അവസ്ഥയിലായിരിക്കണം കണ്ടില്ലേ, നീ എന്തിനും ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പോകുന്നു, ഒന്ന് സമാധാനമായിട്ടിരുന്നൂടെ നിനക്ക്, ഇനി മേലെ അടി ഉണ്ടാക്കാൻ പോരുത്, നിൻ്റെ ഫ്രണ്ടാണെങ്കിൽ വിളിച്ച് പറഞ്ഞ തൊട്ട സമയത്തിനോട് എത്താൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അതേ ടൈമിൽ ഹില്ലിന് കോൾ വന്നിട്ട് ഹില്ല് പുറത്തേക്ക് പോവാണ്. ആ സമയം ഉടനെ തന്നെ നോർത്ത് നമ്മുടെ ടേറിനോട് അല്ല ജോഹാൻ എന്തിനാ എന്നെ പിക്ക് ചെയ്യാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ ടേറാണെങ്കിൽ അത് പിന്നെ വഴക്കുണ്ടാകുന്ന ടൈമിന് നിൻ്റെ ഫ്രണ്ട് എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നുകൊണ്ടേ ഞാൻ ഹില്ലിനെ അറിയിച്ചു, അപ്പോൾ ഹില്ല് ഞാൻ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. എന്നാൽ ജോഹാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് ഞാനും വിചാരിച്ചില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ജോഹാൻ എവിടെയാണെന്ന് വെച്ചപ്പോൾ മിക്കവാറും വർക്കിന് പോയി കാണും, ഇനി ഇപ്പോൾ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ഇന്നലെ കാണിച്ചു വിട്ട് കുറച്ച് കോപ്രായൊക്കെ അവിടെയായിട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ നോർത്തിന്. ആ സമയം നോർത്ത് ഞാൻ കാണിച്ചു കൂട്ടിയ പണിക്ക് മിക്കവാറും ജോഹാൻ എൻ്റെ അടുത്ത് നല്ല ദേഷ്യം കാണുമെന്ന് പറയാണ്. എന്നിട്ട് അവനാണെങ്കിൽ എൻ്റെ ഫോൺ അവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സൈഡിൽ ഇരുന്ന ഫോൺ ടേറെടുത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഫോൺ ഫുൾ പൊട്ടിയിരിക്കുകയാണ്, ഓണാവുന്നൊന്നുമില്ല. അതിപ്പം ജോഹാനായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ കുടിച്ചിട്ട് ചെയ്തുകൊണ്ട് ആ ദേഷ്യത്തിന് മിക്കവാറും എൻ്റെ ഫോണിനെ ഈ പരുവത്തിലാക്കിയത് അവൻ തന്നെയായിരിക്കും, വരട്ടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നോർത്ത് ദേഷ്യത്തിരിക്കുകയാണ്. ആ സമയം ടേർ അതിന് ജോഹാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചപ്പോൾ അത് മിക്കവാറും ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ബഹളം ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. ആ സമയം ടേറാണെങ്കിൽ ഇനി നീ ജന്മത്തെ ഒരിക്കലും കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സൈഡിൽ നിന്നൊരു ബില്ലെടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുടിച്ചിട്ട് നോർത്ത് ഉണ്ടാക്കിയ സകല കോപ്രായത്തിനും സകല പൊട്ടിച്ച സാധനത്തിനുള്ള പൈസയാണ്, അത് എത്രയോ ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ ഞാനിത് എങ്ങനെ അടയ്ക്കുമെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പാവം കൊച്ച് എങ്ങനെയൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് ഫീസ് അടക്കുന്നത് തന്നെ, ഇപ്പോൾ കൊച്ചതിനേക്കാളും ഭയങ്കര കഷ്ടത്തിൽ പെട്ടിരിക്കുകയാണ്. അതേ ടൈമിന് ഹില്ലിനെ കാണിക്കുമ്പോൾ ഹില്ലിൻ്റെ അച്ഛനായിരുന്നു നേരത്തെ കോൾ ചെയ്തത്. അങ്ങനെ അവൻ അച്ഛനോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേ ജോഹാൻ വരുന്നുണ്ട്. ജോഹാൻ വന്നിട്ട് അവൻ എഴുന്നേറ്റെന്ന് വെച്ചപ്പോൾ ആ എഴുന്നേറ്റു ടേറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അവനങ്ങനെ അകത്തേക്ക് കയറാൻ പോയപ്പോൾ ഹില്ലിനെ തടങ്ങിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതേമയം ജോഹാൻ ഒരു ചിരി ഇരിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ജോഹാനെ കണ്ടതും തന്നെ നമ്മുടെ നോർത്തൊന്ന് ടെൻഷനായിട്ട് ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിനൊക്കെ സോറി, പിന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ അതുമാത്രം പോരാ, നീ ഇന്നലെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി, അതിൻ്റെ പൈസ എല്ലാം നീ തിരിച്ചടയ്ക്കണമെന്ന് പറയാണ്. ആ സമയം ഒന്നാമതേ ബില്ല് കൊണ്ട് ടെൻഷനായിട്ടിരിക്കുകയാണ്, ഇതും കൂടെ കേട്ടപ്പോൾ കൂടുതൽ ടെൻഷനാവുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ അവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ടായിരുന്നു ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ടേറും ഉണ്ട് ഹില്ലും ഉണ്ട്. ഈ ഒരു കാര്യം കേട്ടിട്ട് നോർത്ത് ടെൻഷനായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.